Hey guys, welcome back to Speed Automotive Vlogs. 2012 മോഡൽ ആക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഫുള്ളി റീസ്റ്റോർ ചെയ്തൊരു വണ്ടിയാണ്. വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടീൻ്റെ ബോഡി പാർട്സ് ഈ ഒരു ക്വാളിറ്റിയിലല്ലേന് വണ്ടി ഫുള്ളി റീസ്റ്റോർ ചെയ്ത് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വണ്ടീൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. ഗൈസ്, വണ്ടീൻ്റെ ഭാഗത്ത് കയറുകയാണെങ്കിൽ വണ്ടി അടിമുടി ഫുള്ളി റീസ്റ്റോർ ചെയ്ത് ഇറക്കിയതാണ്. ചേസ് അടക്കം പെയിൻറ്റ് ചെയ്ത് പറ്റുകയാണെങ്കിൽ ഈ ക്ലിപ്പിൽ ആഡ് ചെയ്യാം. പഴയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഫുള്ളി റീസ്റ്റോർ ചെയ്ത് കളേഴ്സും മാറ്റി. വണ്ടി ഇതിന് മുമ്പ് ഒരു വൈറ്റ് കളറിലായിരുന്നു വണ്ടി. ഇപ്പോൾ ഒരു നാഡോഗ്രെ വിത്ത് ബ്ലാക്ക് എന്ന കോമ്പിനേഷനിൽ ഇറക്കിയതാണ്. ഫുള്ളി റീസ്റ്റോർ ചെയ്ത് ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഒക്കെ ചേഞ്ച് ചെയ്ത് ഇറക്കിയതാണ്. ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ കയറുകയാണെങ്കിൽ അതിന് തന്നെ പറയാനുള്ളത് ഹെഡ്ലൈറ്റാണ് മെയിനായിട്ട്. ഹെഡ്ലൈറ്റിന് ഭാഗത്ത് കയറുകയാണെങ്കിൽ നമ്മൾ ഒരു യെല്ലോ ലൈറ്റും പിന്നെ ഡിമ്മും ബ്രൈറ്റും, ഡിമ്മിലിടുമ്പോൾ യെല്ലോ, ബ്രൈറ്റിലിടുമ്പോൾ വൈറ്റ് എന്ന കോമ്പിനേഷനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. രണ്ടും ബൾബ് ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഫുള്ളി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ അടുത്ത് കയറിയാണെങ്കിൽ നമ്മൾ അസാഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് സാധാ ഒരു ഇൻഡിക്കേറ്റർ അസാഡും കൂടി ആയി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് വണ്ടി ഒന്ന് കൂൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ. അതേപോലെ ബാക്കിലത്തെ ഭാഗത്ത് കയറിയാണെങ്കിൽ ബാക്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കളറ് ഒരു വെറൈറ്റി കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ ഈസ് ഫസ്റ്റ് ആക്റ്റീവ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നാഡോഗ്രയിൽ ഇങ്ങനൊരു ആക്റ്റീവ ഇല്ല. ഇപ്പോൾ വണ്ടിൻ്റെ വീൽസിൻ്റെ കാര്യത്തിൽ കയറുകയാണെങ്കിൽ വീൽസ് നമ്മൾ ഫുള്ളി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ അടിയത്തെ ഈ പീസ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വൈറ്റ് സ്റ്റിക്കറും ആഡ് ചെയ്തിട്ടുണ്ട് വീൽസിൻ്റെ ഭാഗത്ത്. ബാക്കത്തെ വീൽക്കും വരികയാണെങ്കിലും സെയിം ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ സെയിമിൽ തന്നെ നമ്മൾ ബാക്കത്തെ വീലും ചേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ച് അത്യാവശ്യം ഗ്രിപ്പുള്ളൊരു ടയറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കത്തെ ഈ ഒരു പോർഷനിൽ വരികയാണ്, ബാക്ക് പ്രൊഫൈൽ കയറുകയാണെങ്കിൽ ബാക്കിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഈ ഒരു ഭാഗം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയത്തെ ഒരു പീസും ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കൂൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കൂളിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കാണാനൊരു നൈസ് ലുക്ക് കിട്ടാൻ നമ്മൾ കൂൾ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഡാർക്ക് ഫിനിഷിങ് കിട്ടാനും വേണ്ടിയാണ് ജസ്റ്റ് ബാക്ക് ലൈറ്റ്സും കാര്യങ്ങളും കൂൾ ചെയ്തിരിക്കണം. പിന്നെ സൈഡിൽ വരികയാണെങ്കിൽ സൈഡിൽ നാഡോഗ്രയാണ് ഗ്രേ ആണ് അടിച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ബ്ലാക്ക് കൊടുത്തിരിക്കണം. പിന്നെ ഈ ഫ്രണ്ട് പ്രൊഫൈലിൽ ഈ ഒരു പീസ് ബ്ലാക്കാണ്. പിന്നെ വീൽസും കാര്യങ്ങളും ബ്ലാക്ക് ആയിട്ട് എഴുതിക്കണം. പിന്നെ സൈലൻസറും കാര്യങ്ങളൊക്കെ മാറ്റ് ബ്ലാക്ക് മാറ്റിയത് ഗ്ലോസി മെറ്റാലിക് ബ്ലാക്ക് ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻജിനും കാര്യങ്ങളൊക്കെ പക്ക റീസ്റ്റോർ ചെയ്തുകൊണ്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അപ്പുറത്ത് കണ്ട നേരത്തെ തന്നെ സെയിം നമ്മളെ വണ്ടിക്ക് പ്രത്യേക തരം ഒരു ഓപ്ഷൻ ഉണ്ട്. ബാക്ക് പ്രൊഫൈൽ നമ്മൾ നമ്പർ ബോർഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നമ്പർ പ്ലേറ്റ്, ബാക്ക് നമ്പർ പ്ലേറ്റ് ഒക്കെ ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പീസും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഫുള്ളി ഇതൊക്കെ തുരുമ്പിടിച്ച് ആകെ എയർപ്ലെയിനും ഫുള്ള് പുതിയ പീസ് വാങ്ങി വെച്ച് കയറ്റിയതാണ്. പിന്നെ എൻജിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെ ഗ്ലോസി മെറ്റാലിക് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി ഫുള്ള് അയച്ച് ഫുള്ള് പണിയെടുത്താണ്. അപ്പോൾ അതിൻ്റെ പഴയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. വണ്ടിൻ്റെ മീറ്ററിൻ്റെ ഭാഗത്ത് കയറുകയാണെങ്കിൽ മീറ്റർ നമ്മൾ ഈ പീസ് മീറ്റർ ഷെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഫുള്ള് വിണ്ട് ആകെ എയർപ്ലെയിൻ വെയിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ മീറ്ററിൻ്റെ ഷെല്ല് റീപ്ലേസ് ചെയ്യണം. പിന്നെ ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്തിട്ടുണ്ട്, ഒരു ഡാർക്ക് ഫിനിഷിങ് കിട്ടാൻ. പിന്നെ നമ്മളൊരു മൊബൈൽ ഹോൾഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു മെറ്റലാണ്. ഗൂഗിൾ മാപ്പ് നോക്കാൻ. യെസ്, അതെ, ഗൂഗിൾ മാപ്പ് നോക്കാൻ. പിന്നെ നമ്മൾ ഈ രണ്ട് ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു എക്സ്ട്രാ അസാഡ് കയറ്റിൻ്റെ ഒരു സ്വിച്ച് എക്സ്ട്രാ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡിമ്മും ബ്രൈറ്റുമാണ്. പിന്നെ സാധാ ആക്റ്റീവിൽ കാണുന്ന പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഫുള്ളി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു മൊബൈൽ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് ഈ പുതിയ 5G ആക്റ്റീവൊക്കെ വരുന്ന പോലെ ഈ ഓൾഡ് മോഡലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. പിന്നെ മൊത്തത്തിൽ വണ്ടി ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ആരുടെ ഇല്ലാത്തൊരു വെറൈറ്റി സാധനമാണ് നമ്മളെ ബൈക്കിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ.
പിന്നെ ഈ ഒരു മുതൽ ഈ ഒരു കളറിൽ ഇതൊരു ആക്റ്റീവ് ഇറങ്ങിയിട്ടില്ല, ഒരു വെറൈറ്റി കളേഴ്സിൽ നമ്മൾ ഇറക്കിയതാണ്. ഈ ഒരു സാധനം ഒരു നാഡോഗ്രി വിത്ത് ബ്ലാക്ക് എന്ന കോമ്പിനേഷനിൽ ഇറക്കിയതാണ്. ഒരു ബ്ലാക്ക് ഗ്രേ കൊണ്ടാന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ വണ്ടി അടിമുടി മാറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു വണ്ടിയിട്ട് വരുന്നതാണ്.